ആരൊക്കെയാണ് ആ 11 താരങ്ങൾ? ഈ സീസണിലെ ടീം ഓഫ് ദി ടൂർണമെന്റ്. ബാറ്റിംഗ് തകർച്ചയിൽ താങ്ങായവർ, ബൗളിംഗിൽ തീയുണ്ട പായിച്ചവർ. നിങ്ങളുടെ ബെസ്റ്റ് 11 കമന്റിൽ പറയാമോ? ആ 11 താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ഓർഡർ: വൈഭവ് സൂര്യവംശി. വെറും 15 വയസ്സുകാരൻ പയ്യൻ. ഈ ടൂർണമെന്റിലെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയ താരം. അടിച്ചുകൂട്ടിയത് 776 റൺസ്. ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റായ 237 വൈഭവിന്റെ പേരിലാണ്. ഈ ബെസ്റ്റ് 11 ഓപ്പണർ വൈഭവ് അല്ലാതെ മറ്റാര്? ശുഭ്മാൻ ഗിൽ. വൈഭവിനൊപ്പം ഓപ്പൺ ചെയ്യാനെത്തുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്വന്തം നായകൻ ശുഭ്മാൻ ഗിൽ. ഗ്യാപ്പുകൾ ഫൈൻഡ് ചെയ്ത് ബൗണ്ടറി കണ്ടെത്താൻ മിടുക്കൻ. 45.75 ആവറേജിൽ ഈ സീസണിൽ അടിച്ചുകൂട്ടിയത് 732 റൺസ്. ഓറഞ്ച് ക്യാപ്പ് റേസിൽ രണ്ടാമൻ. സ്റ്റൈലിഷ് ഷോട്ടുകളുമായി ടോപ്പ് ഓർഡറിന് സ്ഥിരത നൽകാൻ ഗില്ലിനേക്കാൾ മികച്ച മറ്റാരുമില്ല. വിരാട് കോഹ്ലി. 3-ാം നമ്പറിൽ ഇറങ്ങുന്നത് റൺ മെഷീനായ വിരാട് കോഹ്ലിയാണ്. RCB കിരീടം നിലനിർത്തിയതിൽ കോഹ്ലിയുടെ പ്രകടനം നിർണായകമായിരുന്നു. ഫൈനലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിനെ കപ്പടിപ്പിച്ചു. 56.25 എന്ന കൂറ്റൻ ആവറേജിൽ താരം അടിച്ചെടുത്തത് 675 റൺസ്. മിഡിൽ ഓർഡർ: രജത് പാട്ടിദാർ. RCBയെ 2ാം തവണയും ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ. ഈ ടീമിനെയും രജത് തന്നെ നയിക്കും. നായകനെന്ന സമ്മർദ്ദമില്ലാതെ മിഡിൽ ഓർഡറിൽ തകർപ്പൻ പ്രകടനമാണ് പാട്ടിദാർ നടത്തിയത്. 192.69 എന്ന കിടിലൻ സ്ട്രൈക്ക് റേറ്റിൽ താരം അടിച്ചെടുത്തത് 501 റൺസ്. ടൂർണമെന്റിലെ ഉടനീളം 42 സിക്സറുകൾ. മിഡിൽ ഓർഡറിനെ ശക്തമാക്കാൻ രജത് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഇഷാൻ കിഷൻ. ബെസ്റ്റ് 11 വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനാണ്. സഞ്ജുവിന് പകരം ഇഷാനെ തിരഞ്ഞെടുക്കാൻ കാരണം ഈ സീസണിലെ മികച്ച റൺ വേട്ടക്കാരൻ കൂടി ആയതിനാലാണ്. 182 സ്ട്രൈക്ക് റേറ്റിൽ 602 റൺസാണ് താരം അടിച്ചെടുത്തത്. വിക്കറ്റിന് പിന്നിലും ഇഷാൻ മിന്നിത്തിളങ്ങി. ഹെൻറിച്ച് ക്ലാസൻ. ഈ ലിസ്റ്റിലെ ആദ്യ വിദേശ പ്ലെയറാണ് ഹെൻറിച്ച് ക്ലാസൻ. ഡെത്ത് ഓവറുകളിൽ ബൗളർമാരുടെ പേര് സ്വപ്നമാണ് ക്ലാസൻ എപ്പോൾ മാസാകുമെന്ന് ആർക്കും പറയാനാകില്ല. സീസണിൽ 624 റൺസ് അടിച്ചുകൂട്ടിയ ക്ലാസനെ ഒരു ഫിനിഷറായും പരിഗണിക്കാം. ഓൾറൗണ്ടറാണ് സ്പിൻ. കൃണാൽ പാണ്ഡ്യ. ഈ സീസണിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിൽ ഒരാൾ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും RCBക്ക് തുണയായവൻ. 226 റൺസും 14 വിക്കറ്റും നേടിയ കൃണാൽ ഈ സീസണിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ്. ഇതിൽ എക്കണോമി 9-ൽ താഴെയാണ് എന്നതാണ് ശ്രദ്ധേയം. റാഷിദ് ഖാൻ. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന മാന്ത്രികൻ. വിക്കറ്റ് വേട്ടയിൽ ഈ സീസണിൽ 4-മൻ. 9.07 എക്കണോമിയിൽ എറിഞ്ഞിട്ടത് 21 വിക്കറ്റ്. എതിരാളികൾക്ക് റൺസ് എടുക്കുക അസാധ്യം. മിഡിൽ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാനും വിക്കറ്റുകൾ വീഴ്ത്താനും റാഷിദിനെക്കാളും പോകുന്ന മറ്റൊരു സ്പിന്നറില്ല. ഫാസ്റ്റ് ബൗളിംഗ്: ജോഫ്ര ആർച്ചർ. ഈ സീസണിൽ 25 വിക്കറ്റുമായി പർപ്പിൾ ക്യാപ്പ് ലിസ്റ്റിൽ 3-മൻ. തന്റെ മാരകമായ പേസ് കൊണ്ട് ബാറ്റിംഗ് നിരയെ തകർക്കുന്ന പേസർ. എതിരാളികളുടെ പേടി സ്വപ്നമായ ആർച്ചറാണ് ഈ ലിസ്റ്റിലെ ആദ്യ വിദേശ പേസർ. ഭുവനേശ്വർ കുമാർ. RCBയുടെ തുറപ്പുചിട്ട്. 8-ൽ താഴെ എക്കണോമിയിൽ പന്തെറിഞ്ഞ് എതിരാളികളെ വട്ടം ചുറ്റിക്കുന്ന ബൗളർ. ചാമ്പ്യന്മാർക്കായി 7.95 എന്ന മികച്ച എക്കണോമിയിൽ 28 വിക്കറ്റുകളാണ് ഭൂമി വീഴ്ത്തിയത്. പവർ പ്ലേയിൽ സിംഗ് ഭുവനേശ്വർ കുമാറിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. കഗീസോ റബാഡ. ഈ സീസണിലെ പർപ്പിൾ ക്യാപ്പ് ജേതാവ്. നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴ്ത്താനുള്ള മിടുക്കാണ് പ്രധാനം. ഈ സീസണിലുടനീളം പേസ് അറ്റാക്കിലൂടെ വീഴ്ത്തിയത് 29 വിക്കറ്റ്. ഇമ്പാക്ട് പ്ലേയേഴ്സ്. ഈ 11 പുറമെ കളിമാറ്റം കെൽപ്പുള്ള 2 ഇമ്പാക്ട് പ്ലേയേഴ്സ് കൂടി ഈ ലിസ്റ്റിലുണ്ട്. കൂറ്റനടിക്കാനായി അഭിഷേക് ശർമ്മയും പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും ഒരുപോലെ മാജിക് കാണിക്കാൻ കഴിയുന്ന സുനിൽ നരേനുമാണ് ആ താരങ്ങൾ. ഈ സീസണിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ടീം ഓഫ് ടൂർണമെന്റാണിത്. ഈ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണ്? താഴെ കമന്റ് ചെയ്യൂ.